ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, നമുക്ക് എന്ത് വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വേണ്ട സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ വീണ്ടും 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 ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഈ നിമിഷം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത്. അത് ലഭിച്ചു കഴിയുമ്പോൾ ആ സമയത്തുള്ള നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന് നോക്കുക. ആ ഫീലിങ്സോട് കൂടി തന്നെ അത് വിഷ്വലൈസ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കാനായിട്ട് നോക്കുക. സ്മെൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്മെൽ ചെയ്യാനായിട്ട് നോക്കുക. എത്രമാത്രം ഡീപ്പിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ ആ സമയത്ത് നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആയിരിക്കും. അപ്പം നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനെയാണോ ആ വൈബ്രേഷൻ അനുസരിച്ചായിരിക്കും നമ്മുടെ യൂണിവേഴ്സിലേക്ക് നമ്മുടെ ലാംഗ്വേജ് സ്പ്രെഡ് ആവുന്നത്. അതായത് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് ഇമോഷൻസ് ആണ് വരുന്നത് അതായിരിക്കും യൂണിവേഴ്സിൽ ക്യാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് എത്രമാത്രം ഡീപ്പായിട്ട് നിങ്ങൾ അതിലേക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് എത്തിക്കും എന്നുള്ളൊരു തോന്നലുണ്ടാകും. ഇതെങ്ങനെ എത്തിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടും. നിങ്ങൾ കണ്ടുമുട്ടിയില്ലെങ്കിലും അതെങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് അവരെത്തിക്കോളും. അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അനുകൂലമായിട്ടുള്ള സന്ദർഭങ്ങൾ നിങ്ങളിലേക്ക് വരും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്ന ആളാണ് നിങ്ങളെ വന്ന് സഹായിക്കുന്നത് എന്നുള്ളത്. ചിലപ്പോൾ ശത്രു ആയിരിക്കും. ആ ശത്രു പോലും നിങ്ങളുടെ മിത്രമായിട്ട് മാറും. എപ്പോഴും മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തും നമ്മുടെ ദൈവത്തിന് ചെയ്യാൻ പറ്റും. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കും. ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നിങ്ങൾ വീണു പോകരുത്. ഒരുപക്ഷെ നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ചുറ്റുള്ള ആളുകൾ അതിനെ നിരുത്സാഹപ്പെടുത്തും. നിനക്ക് പറ്റൂല എന്നുള്ളത് പറയും. ഒരുപാട് ആളുകൾ ചെയ്യുന്നതല്ലേ, ഞാനും അത് ട്രൈ ചെയ്തു പക്ഷെ എനിക്കതിന് കഴിഞ്ഞിട്ടില്ല, പിന്നെയാണോ നിനക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറയാൻ ചാൻസ് ഉണ്ട് പല കാര്യങ്ങളിലും. ഡോണ്ട് വറി, അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ചെയ്യാൻ പറ്റിയില്ല, അവനക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അവർക്കാണ്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ബിലീവ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ വിശ്വസിക്കൂ. അവന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവൻ പോട്ടെ, നമുക്കത് ചെയ്യാൻ കഴിയൂല എന്നുള്ളതല്ല. നമുക്ക് എന്തായാലും കഴിയും. അതിൽ ആത്മാർത്ഥമായിട്ടുള്ള നമ്മുടെ പരിശ്രമമുണ്ട് എന്നുണ്ടെങ്കിൽ പരാജയങ്ങൾ സംഭവിക്കും. ഒരിക്കൽ ചെയ്തു നടന്നില്ല, രണ്ടാമത് ചെയ്തു നടന്നില്ല, മൂന്നാമത് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പരാജയങ്ങൾ വന്നു, തെറ്റിൽ നിന്നും ശരിയിലേക്ക് പോകാനുള്ള കാര്യം മനസ്സിലാക്കാണ്ട്, പരാജയം വന്നത് എന്തുകൊണ്ടാ എന്നുള്ള കാര്യം മനസ്സിലാക്കാണ്ട് വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോഴാണ് അവർക്ക് വിജയിക്കാൻ പറ്റാണ്ടായത്. അവർ ഗിവ് അപ്പ്. ഒരിക്കലും വിട്ടുകൊടുക്കരുത്. പ്രശ്നങ്ങൾ വരും, ചലഞ്ചസ് വരും, എന്ത് വന്നാലും നമ്മൾ അതിനെ ഓവർകം ചെയ്യും എന്നുള്ളത് ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് നിങ്ങളൊന്ന് ഇറങ്ങി നിന്നേ നിങ്ങളുടെ എത്ര വലിയ സ്വപ്നവും നമുക്ക് സാധിച്ചെടുക്കാൻ വേണ്ടി കഴിയും. ദൈവം നമ്മുടെ കൂടെ നിന്ന് അത് നമുക്ക് നേടി തന്നിട്ടേ പോകത്തുള്ളൂ. അതിന് നിങ്ങൾ ഉണ്ടാവണം, നിങ്ങളുടെ ഫീലിങ്സ് ഉണ്ടാവണം, നിങ്ങളുടെ ഇമോഷൻസ് ഉണ്ടാവണം. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിനെ ഹൃദയപൂർവ്വം നന്ദി പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. Okay, thank you.